ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രോമാഞ്ചമാണ്. ആദ്യമായിട്ടാണ് ഒരു സത്യപ്രതിജ്ഞ കേട്ടിട്ട് രോമാഞ്ചം വരുന്നത്. തീർച്ചയായും ജനങ്ങൾ ആഗ്രഹിച്ച, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രി. വാനോളം പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ, അല്ലെ അതുക്കും മേലെ ഉയരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. ആ സത്യപ്രതിജ്ഞയുടെ സമയത്ത് ഓരോ വാചകത്തിനും വരുന്ന ആരവങ്ങൾ അത് കേട്ടാൽ അറിയാം എത്രത്തോളം ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്ന്. രാഹുൽ ഗാന്ധി ഇരുന്നതെല്ലാം വാച്ച് ചെയ്യുന്നത് കണ്ടു. കാരണം രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കീഴെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ലക്ഷക്കണക്കിന് കമന്റുകളാണ് VDS വി വാണ്ട് VDS എന്നും പറഞ്ഞ് മലയാളികൾ കമന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു PR വർക്കാണോ എന്ന് അദ്ദേഹത്തിന് സംശയം വന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെയുള്ള സകല നേതാക്കളെയും വിളിച്ച് ചർച്ച നടത്തിയത്. VM സുധീരൻ, K മുരളീധരൻ, AK ആന്റണി എന്നിവരൊക്കെ സത്യമായി പറയുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ വിളിച്ച് അഭിപ്രായം തിരക്കി എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്നൊക്കെ വ്യക്തമായി അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത്. അതെന്തായാലും 100% ശരിയായെന്ന് ആ വേദിയിൽ ഇരുന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി കാണും. നിയുക്ത മുഖ്യമന്ത്രി എന്നൊരു പ്രയോഗം ഇനി ആവശ്യമില്ല. മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹത്തിന് തുറമുഖം, നിയമം, ധനം എന്നീ 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നതായി അറിയുന്നത്. ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. അദ്ദേഹം മുൻപ് ആഭ്യന്തരമന്ത്രിയായി ഇരുന്ന് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി കഴിവും കരുത്തും തെളിയിച്ച ആളാണ്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല തിളങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആഭ്യന്തരം കൂടെ ഉണ്ടെങ്കിൽ ഒരു തലവേദനയായിരിക്കും എപ്പോഴും. പറയുമ്പോൾ ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രിക്ക് എന്ത് പവറാണ്, ആഭ്യന്തരമില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പവറില്ല എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളിൽ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റും. ആഭ്യന്തരം എപ്പോഴും ഒരു തലവേദനയായിരിക്കും, മെയിൻ സംഭവമാണ്. അത് രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും തന്ന വാഗ്ദാനങ്ങൾ എല്ലാം പാലിക്കപ്പെട്ടാൽ തുടർഭരണം എന്നത് നിസ്സാരമായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നേടിയെടുക്കാൻ സാധിക്കും. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.